കൈവല്യ പീയൂഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാരായണീയ സാഹസ്രം 104-ാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ 10-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പാരായണത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാ പൂരിതവേണുനാദം ഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിതപാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 10-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. രുദ്രാദിസൃഷ്ടഭയദാകൃതിരുദ്രസംഘസംഭുര്യമാണ ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാഃ സൃജതപശ്ചരമംഗളായേത്യാചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. രുദ്രാഭിസൃഷ്ടഭയദാകൃതിരുദ്രസംഘ സംഭുര്യമാണ ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാ സൃജതപശ്ചരമംഗളായേത്യാചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥൻ്റെയൊക്കെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമ സങ്കീർത്തനം സദാലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദൈവം പത്മജാ പ്രാണനായകം പത്മനാഭപരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. രുദ്ര സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഏകാദശാഹ്വയതയാ ഒരാൾ തന്നെ 11 മാറി 11 പേർക്കും സ്ഥാനങ്ങൾ നൽകി രുദ്രാണിമാർ എന്ന വധുക്കളെ നൽകി ഇനി സൃഷ്ടി വർദ്ധിപ്പിച്ചോളാൻ പ്രജാവിരചനായ സൃഷ്ടി വർദ്ധിപ്പിച്ചോളാനായിട്ടുള്ള പ്രേരണയാണ്. അല്ലെങ്കിൽ ഭവൽ പ്രണുന്ന അവിടുത്തെ പ്രേരണയാൽ ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഏത് പ്രവൃത്തിയായാലും നമുക്കൊക്കെ ഒരു ടെസ്റ്റ് വർക്ക്, ഒരു ടെസ്റ്റ് ഡോസ്, ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരു എന്താ പറയുക, റിഹേഴ്സൽ പോലെ അതിന് മുമ്പേ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു നോക്കും. സാമ്പിൾ എന്നൊക്കെ പറയാറില്ലേ? തൃശ്ശൂർ പൂരത്തിനൊക്കെ സാമ്പിൾ മേടിക്കിട്ടുണ്ടല്ലോ. പക്ഷെ അതുണ്ടായില്ല രുദ്രൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ. ബ്രഹ്മാവിന് ഹോംവർക്ക് ഉണ്ടായില്ല. വേണ്ട വിധത്തിൽ അദ്ദേഹം ചിന്തിച്ചില്ല. സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിന്തിച്ചാൽ മതിയായിരുന്നു, ഏത് രൂപത്തിൽ നിന്നാണ്, തൻ്റെ ഏത് ഭാവത്തിൽ നിന്നാണ് ഇതുണ്ടായത്, ഇവരോട് സൃഷ്ടിക്കാൻ പറഞ്ഞാൽ ഇതെത്തരത്തിലാകുമെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ചിന്ത പോയില്ല. പുത്രവാത്സല്യം എന്നാണോ അതിന് പേര് പറയാമെന്നറിയില്ല, അതോ സൃഷ്ടി വർദ്ധിപ്പിക്കാനുള്ള ഒരു അഭിനിവേശം അതുകൊണ്ടാണോ എന്നറിയില്ല. രുദ്രൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെയാണ് അദ്ദേഹത്തിനോട് സൃഷ്ടിച്ചോളാൻ വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിച്ചറിയാം, രൗദ്രഭാവം ഉണ്ടായത് താമസത്തിൽ നിന്നാണെന്നും ഇനി ഇദ്ദേഹം സൃഷ്ടിച്ചാൽ ഇത് ഏത്
ഭാവത്തിന് പ്രാധാന്യം കൂടുതലുള്ള സൃഷ്ടികളായിരിക്കുമെന്നും ബ്രഹ്മാവിനെ ചിന്തിച്ചാൽ മനസ്സിലാവും. തൽക്കാലം ചിന്ത പോയില്ല അദ്ദേഹത്തിന്. പ്രജാവിരചനായ സൃഷ്ടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ചിന്തയില്ലായ്മ ബ്രഹ്മാവിനെ കുഴക്കി. അതായത് ഒരു ഡ്രൈ റൺ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരു ഡ്രൈ റൺ ഉണ്ടായില്ല. അതിൻ്റെ ഫലമായി രുദ്രൻ്റെ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള സൃഷ്ടികൾ വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മുൻകൂട്ടി ചിന്തിക്കാൻ സാധിച്ചില്ല, വരും എന്നുള്ളത്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു പാഠമാണ്. ബ്രഹ്മാവിൻ്റെ ഈ ഒരു സ്വഭാവം പാഠമാണ് നമുക്ക്. ഒരു മുൻവിധി വേണ്ട. മുൻവിധിയോടുകൂടി ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. മുൻവിധിയോടുകൂടി ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർമ്മങ്ങളില്ലാതെയാവുകയുള്ളൂ. അതാണിപ്പോൾ നമ്മളൊക്കെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും നമ്മളുടെ കർമ്മങ്ങളൊക്കെ പരാജയപ്പെടാൻ കാരണം അത് വേണ്ട, അത് ശരിയാവില്ല, അത് വേണ്ട എന്ന് ഒരു പ്രവൃത്തി, ഒരു കർമ്മത്തെ മുൻവിധിയോടുകൂടി സമീപിക്കുകയാണ്. ഒരു 2 മുഴം മുമ്പെറിയല്ല ചെയ്യണത്. അത് അവർ പരാജയപ്പെട്ട ഒരു മേഖലയാണ്, അതുകൊണ്ട് നമ്മളതിൽ ശ്രമിക്കേണ്ട എന്ന ചിന്താഗതിയാണ് നമുക്കെല്ലാവർക്കും. പക്ഷേ അത് മനുഷ്യന് ഒരു നല്ല സ്വഭാവമല്ല. അത് മനുഷ്യൻ്റെ ഒരാൾ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് താൻ പരാജയപ്പെട്ടോളണം എന്നില്ല, വിജയിച്ചോളണം എന്നുമില്ല. പക്ഷേ കർമ്മം ചെയ്താലേ അറിയുള്ളൂ. ബ്രഹ്മാവ് ആ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമാനായി പ്രവർത്തിച്ചു. മുൻവിധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല, ഒരു മുൻധാരണ ഉണ്ടായില്ല അദ്ദേഹത്തിന്. മുൻധാരണ ഉണ്ടാവേണ്ടത് എപ്രകാരമാണ്? ഈ രുദ്രനുണ്ടായ സാഹചര്യം എന്താണെന്നും രുദ്രൻ്റെ ഭാവം എന്താണെന്നും അദ്ദേഹത്തിന് അസലായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആ ഭാവത്തിലുള്ള ധാരണ ഉണ്ടായില്ല. മുൻവിധി എന്നുള്ളതിനേക്കാൾ മുൻധാരണ നമുക്കുണ്ടായാൽ കുറച്ച് നന്നാവും. ആ മുൻധാരണയിലൂടെ പ്രവൃത്തികളെ മാറ്റിക്കഴിഞ്ഞാൽ മുൻവിധികളല്ല, വിധി എന്നുള്ളത് ഒരു എൻഡാണ്, ഒരു അവസാനമാണ്. വിധി എന്നുള്ളൊരു തീരുമാനമാണ്, അതൊരു അവസാനമാണ്. ധാരണ എന്നുള്ളത് ഒരു കരുതലാണ്. കേരളീയരുടെ ഇപ്പോഴത്തെ കരുതലല്ല, ശരിയായിട്ടുള്ള കരുതൽ എന്നുള്ള അവസ്ഥ. അങ്ങനെ ഒരു കരുതൽ വന്നാൽ ഏതുപോലെ എന്നൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ബൈക്ക് ഓടിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു ഗട്ടർ കണ്ടു. ആ ഗട്ടറിലൂടെ വീഴാതെ നിങ്ങൾ നീക്കി വണ്ടി എടുത്തു. പിറ്റേ ദിവസം വേറെ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആ വഴിയിൽ ഗട്ടർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോകാതിരുന്നാൽ അത് മുൻവിധിയാണ്. നേരെ മറിച്ച് വളരെ കരുതലോടെ ഡ്രൈവ് ചെയ്ത് അവിടെ ഗട്ടറുണ്ടെങ്കിൽ ആ ഗട്ടറിനെയെല്ലാം മറികടന്നുകൊണ്ട് പോകുക എന്നുള്ളത് മുൻധാരണയാണ്. അപ്പോൾ ബ്രഹ്മാവിന് ഇത് രണ്ടുണ്ടായില്ല. ആ മുൻവിധി എന്നുള്ളത് ആവശ്യമില്ലാത്തതാണ്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മുൻവിധി എന്നുള്ളത്. പ്രൊജുഡിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ആ മുൻവിധി നമുക്ക് ആവശ്യമില്ല, ഒരു കരുതലേ ആവശ്യമുള്ളൂ. അപ്പോൾ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈ റണ്ണിന് അല്ലെങ്കിൽ ഒരു റിഹേഴ്സലിനുള്ള സമയവും കിട്ടിയില്ല അദ്ദേഹത്തിന്. കാരണം സൃഷ്ടി വർദ്ധിപ്പിക്കണം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി വർദ്ധിപ്പിക്കാനാണ് താൻ ജനിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പം മുൻധാരണയില്ലാത്ത പ്രവൃത്തി കൊണ്ട് അദ്ദേഹം അനുഭവിച്ചു എന്ന് പറയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഈ മുൻവിധിയിൽ കർമ്മം അവസാനിക്കുകയും മുൻധാരണ ഇല്ലാതെ കർമ്മം ചെയ്യുകയുമാണ് കേരളീയർ കഴിഞ്ഞ കേരളം ഉണ്ടായ മുതൽക്ക് ചെയ്തിരിക്കുന്ന പരിപാടി. ഈ കുത്തുന്ന സമയത്ത് മുൻവിധി ഉണ്ട് താനും, മുൻധാരണ ഇല്ല താനും. ഇവിടെ വാസ്തവത്തിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ ഏത് കർമ്മമായാലും ശരി, സർഗാത്മകമായി മാറണമെങ്കിൽ, ക്രിയാത്മകമായിട്ട് മാറണമെങ്കിൽ ഒരു ധാരണ വേണം. ധാരണയില്ലാതെ ഒരു പ്രവൃത്തി, നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു അവലോകനം. ഈ പ്രോഡക്റ്റ് എത്തരത്തിൽ ഈ പ്രൊഡ്യൂസ് ഇവിടെ വിറ്റഴിക്കാം, ഏത് മേഖലയിൽ എത്തരത്തിൽ വിറ്റഴിക്കാം, ഇതിൻ്റെ ലാഭം എപ്രകാരമായിരിക്കും എന്ന് മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന സ്വഭാവത്തിനെയാണ് മുൻധാരണ എന്ന് പറയുക. അത് നമ്മൾ ചെയ്യാറുണ്ട്.
ഏത് മേഖലയിലും നമുക്ക് മുൻധാരണ എന്നുള്ളത് ഉപകാരം ചെയ്യും. അപ്പോൾ ആ മുൻധാരണയ്ക്കുള്ള സമയമില്ലെങ്കിൽ എന്ത് വേണം? സമയമില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ഇനി ഭട്ടതിരിപ്പാട് അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ സൂചിപ്പിക്കും. ഇവിടെ മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവണം. ഒരു മുൻധാരണ എന്നുള്ളത് മാറ്റിയാൽ ഒരു പ്രതീക്ഷ ഉണ്ടാവണം. ഈ പ്രവൃത്തി ഞാൻ ചെയ്താൽ ഇന്ന ഗുണം സമൂഹത്തിന് ഉണ്ടായിരിക്കും, വേണ്ട അറ്റ്ലീസ്റ്റ് വ്യക്തിപരമായി എനിക്കുണ്ടായിരിക്കും എന്നൊരു ധാരണ ഉണ്ടാവണം. ആ ധാരണ ഉണ്ടെങ്കിൽ കർമ്മങ്ങൾ വിജയിക്കൂ, കർമ്മങ്ങളിൽ ഓജസ് ഉണ്ടാവൂ, കർമ്മങ്ങളിൽ വീര്യം ഉണ്ടാവൂ. ആ വീര്യം കൊണ്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. എങ്കിൽ കർമ്മം ശുഷ്കമായി പോകും. കർമ്മത്തിന് വേണ്ടിയുള്ള കർമ്മമായിട്ട് മാറരുത് പിന്നീട്. അത് തുടക്കത്തിൽ ഒരിക്കൽ ഞാൻ പറയുന്നുണ്ടായി, അത് നിങ്ങളെ ബോറടിപ്പിക്കും, കർമ്മം എത്ര പെട്ടെന്ന് ഇല്ലാതെയാവും. അത് മുൻ വിധിയോടുകൂടി കർമ്മം ചെയ്യാതിരിക്കും. എന്നാൽ അവിടെ ഒരു ഗട്ടറുണ്ട് എന്ന് വിചാരിച്ചാൽ ആ വഴിക്ക് പോകാതിരിക്കരുത്. നിങ്ങൾക്ക് ആ വഴിക്ക് പോയാൽ എളുപ്പവഴിയിലൂടെ അവിടെ എത്താമെങ്കിൽ, ലക്ഷ്യത്തിലെത്താമെങ്കിൽ ആ വഴിയിലൂടെ തന്നെ പോകണം. ഗട്ടറുണ്ടെങ്കിൽ മാറ്റി ഓടിക്കുക വണ്ടി. ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. പ്രവർത്തിച്ചാൽ ഇന്നത് സംഭവിക്കും, അതുകൊണ്ട് ഏത് രീതിയിൽ പ്രവർത്തനത്തെ മാറ്റണമെന്ന് ചിന്തിക്കുക. അത് മനുഷ്യന് തന്നിട്ടുള്ളൊരു ബുദ്ധിയാണ്. ആ പ്ലാനിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ പ്ലാനിങ്ങിലൂടെ നമ്മൾ മുന്നേറണമെന്ന് ബ്രഹ്മാവ് കാണിച്ചു തരുന്നുണ്ട്. കാരണം ബ്രഹ്മാവിന് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഈ രുദ്രനുണ്ടായ സാഹചര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. രുദ്രൻ തൻ്റെ ഏത് ഭാവത്തിൽ നിന്നുണ്ടായവനാണെന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇനി രുദ്രൻ്റെ ആത്യന്തിക സ്വഭാവം സൃഷ്ടിയാണോ എന്നുള്ളത് അദ്ദേഹത്തിനൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. അതിനൊന്നും ഉണ്ടായില്ല. പരിഭ്രമമായി ആ കൂടി. രുദ്രനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അങ്ങോട്ട് പരിഭ്രമിച്ച് 11 രൂപ അങ്ങോട്ട് കൊടുത്തു, 11 സ്ഥാനങ്ങൾ കൊടുത്തു, 11 രുദ്രാണിമാരെയും നൽകി. ഇനി തനിക്ക് കുറച്ച് സ്വസ്ഥാവം, ഈ രുദ്രൻ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏറ്റെടുത്തോളും എന്നൊരു ധാരണയായിരുന്നു ബ്രഹ്മാവിന്. പക്ഷെ ആ ധാരണ ഉണ്ടായിരുന്നുള്ളൂ, മുൻധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സംഭവിച്ചു. ജീവിതത്തിൽ നമ്മളുടെ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അടുത്ത കർമ്മത്തിലേക്കുള്ള പാഠമായിരിക്കണമല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്ത കർമ്മം. യു ഷുഡ് ലേൺ ഫ്രം യുവേഴ്സ് നൗ ആക്ടിവിറ്റീസ് ടു ലീഡ് മോർ എന്ന് പറയാറുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ നയിക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ. ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മങ്ങൾ വിലയിരുത്തണം, മുൻധാരണ വേണം. ഈ ധാരണയിലൂടെ ഏതൊരുത്തനും ലോകത്തെ നയിക്കാൻ സാധിക്കും. നമുക്ക് ലോകത്തെ നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ നയിക്കാൻ തന്നെ ഇത്തരത്തിലുള്ള ഈ വാസ്തവത്തിൽ ഈ ധാരണയാണ് ആചാര്യന്മാർ നമ്മളോട് ഉപദേശിക്കുന്നത്. ഏത് രീതിയിൽ? നിസ്സംഗത്വം, നിർമ്മമത്വം, മിതത്വം, അതുപോലെ എല്ലാം പ്രവൃത്തിയിലും ഭാഷയിലുമുള്ള മിതത്വം, അതുപോലെ കർമ്മത്തിലുള്ള നിസ്സംഗത്വം, കർമ്മം ചെയ്യുമ്പോഴുള്ള നിർമ്മമത്വം, ഇതെല്ലാം ആചാര്യന്മാർ നമ്മളെ ഉപദേശിച്ചിരിക്കുന്നത് എന്തിനാ? ഈ ധാരണയാണ്. ഭാവിയിൽ നിങ്ങളൊരു കർമ്മം ചെയ്യാതിരിക്കരുത്. ഒരു കർമ്മം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ, ഒരു കർമ്മം വിജയിച്ചതിൻ്റെ പേരിൽ ഭാവിയിൽ നിങ്ങൾ ആ കർമ്മം തന്നെ എന്തിനായാലും എനിക്ക് സാധിക്കുമെന്ന പേരിൽ തുടങ്ങാനും പാടില്ല. അവിടെ എന്ത് വേണം? അവിടെ നിർമ്മമത്വം വേണം. നിസ്സംഗത്വം വരുമ്പോൾ ഫലേച്ഛയില്ല, നിർമ്മമത്വം വരുമ്പോൾ അമിതാത്മവിശ്വാസമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡിറ്റാച്ച്മെൻറ്റ്, അതുപോലെ ഇൻറ്റിമസി ഇല്ലാത്ത അവസ്ഥ, ആ രീതിയിലൊക്കെ കർമ്മത്തെ ചെയ്ത് മുമ്പിലേക്ക് പോകാൻ സാധിക്കണം മനുഷ്യന് എന്ന് ബ്രഹ്മാവ്, മനുഷ്യൻ്റെ ആദ്യത്തെ പിതാമഹനായ ആദ്യത്തെ മുത്തശ്ശനായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ കാണിച്ചു തരുന്നു. ഇല്ലെങ്കിൽ എന്നെ പോലെ അബദ്ധം പറ്റുമെന്ന്. അപ്പോൾ കർമ്മങ്ങളെ
വളരെ ശുദ്ധതയോടെ ചെയ്യാൻ പ്ലാനിങ് അത്യാവശ്യമാണ്. ഈ പ്ലാനിങ് എന്നുള്ളത് വീട്ടിലിരുന്ന് മണ്ടയ്ക്കടിച്ച് മണ്ടയ്ക്ക് തലയിൽ പേന കൊണ്ട് അടിച്ചിട്ടുള്ള പ്ലാനിങ് അല്ല, ആലോചിച്ചത് മേപ്പോട്ട് നോക്കിയിരിക്കലല്ല. ഈ പ്ലാനിങ് എന്നുള്ളത് തന്നെ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റേഷനാണ്. ഒരു കർമ്മത്തെ ചെയ്യലാണ് ഒരു പ്ലാനിങ്. കാരണം ആ കർമ്മത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നേ നമുക്ക് ഭാവിയിൽ എപ്രകാരം അതിനെ കൊണ്ടു നടക്കണം എന്നുള്ളത് തീരുമാനമാവുള്ളൂ. വീട്ടിലിരുന്ന് പേന മണ്ടയ്ക്ക് അടിച്ചിട്ടും കമ്പ്യൂട്ടർ കീപാഡിൽ പിന്നെ അങ്ങനെ കിടികിടിന്ന് കോഴി നെല്ല് കൊത്തണ പോലെ കൊത്തിയിട്ടും കാര്യമില്ല. അവിടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക, കർമ്മത്തിലുള്ള വിശ്വാസം ഉണ്ടാവുക, കർമ്മത്തിൽ നിർമ്മമത്വം ഉണ്ടാവുക. നാരായണീയ സഹസ്രം തുടങ്ങാൻ ഞങ്ങൾ ഈ കീപാഡിൽ ഇതെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. രണ്ടും കൽപ്പിച്ച് മുൻധാരണ ഉണ്ടായിരുന്നു, മുൻവിധി ഉണ്ടായിരുന്നില്ല. ധാരണയുണ്ട്, ഇന്ന രീതിയിൽ ഇത് പറയണം, ഇന്ന രീതിയിൽ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 100-ാം ദിവസത്തിൽ ഞാൻ പറയലുണ്ടായിരുന്നു. അതിൻ്റെ ധാരണാപ്രകാരമായിരുന്നു. ഇന്ന് ഒരു മുൻവിധിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തായി? ഞങ്ങളൊക്കെ വിധിച്ചതിനേക്കാൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിനേക്കാൾ മുമ്പിലേക്കാണ് ഇത് പോയത്. അവർ കർമ്മം നമ്മൾ ചെയ്യുന്നത് പദ്ധതി എന്നും പറഞ്ഞ് വീട്ടിലിരുന്നു കൊണ്ടുള്ള പദ്ധതിയല്ല, വീട്ടിലിരുന്ന് ചിന്തിക്കുന്ന പദ്ധതിയല്ല, ചിന്താപദ്ധതിയല്ല. വീട്ടിലിരുന്ന് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലൂടെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ മോൾഡ് ചെയ്യണം, ഇതിനെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ളത് കർമ്മം ചെയ്താലല്ലേ മനസ്സിലാവുള്ളൂ. ചെയ്യാതിരുന്നിങ്ങനെ അതിനെക്കുറിച്ചിങ്ങനെ വിശകലനം ചെയ്ത് കൂലങ്കഷമായി ചിന്തിച്ച് ചകേര് പറഞ്ഞ പോലെ, ഇറ്റാസു നീ എന്താ തീരുമാനിച്ചത്? ഞാൻ വേണ്ടാന്ന് വെച്ചു. നീ എന്ത് വെച്ചു? ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു ശിഷ്യൻ. അതുപോലെ ഈ വേണ്ടാന്ന് വെക്കലായിട്ട് മാറരുത് നമ്മളുടെ ഒരു പ്രവൃത്തിയും. അപ്പോൾ ഈ വേണമെന്ന് വെക്കലും അവസാന കർമ്മത്തെ വേണ്ട വിധത്തിൽ ചെയ്തു വെക്കലുമാണ് നമ്മളുടെ ധാരണ എന്ന് പറയുന്നത്. അപ്പോൾ മുൻധാരണ എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം ബ്രഹ്മാവ് ഈ ലീലയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എന്നെപ്പോലെ ഒരു അബദ്ധം നിങ്ങൾക്ക് ഇനി പറ്റരുതെന്ന്. നമുക്ക് പറ്റുന്നുണ്ട്, നമുക്ക് മുൻവിധികളുണ്ട്. മക്കൾ പഠിച്ചു വരുമ്പോൾ അവർക്ക് ഇതിന് സാധിക്കില്ല, അവർക്ക് ഇതാവാൻ ഭേദം എന്ന് മുൻവിധികൾ, എന്നാൽ മുൻധാരണകളില്ല. ഇവനെ ഈ രീതിയിൽ പഠിപ്പിച്ചാൽ ഈ രീതിയിൽ അവൻ മുന്നേറിക്കോളും ആ ഒരു വിഷയത്തിൽ എന്ന ധാരണ നമുക്കില്ല. മുൻവിധികളേ ഉള്ളൂ. ഇവൻ ഇത് പഠിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് അത് പഠിക്കേണ്ടെന്നാണ്. ഒരുപക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, ഇഷ്ടപ്പെട്ട കാര്യം, അതൊക്കെ അവന് നഷ്ടപ്പെടുകയും ചെയ്യണം. അവസാനം അവൻ കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കഷ്ടനഷ്ടങ്ങൾ അനിഷ്ടങ്ങളായിട്ട് മാറുമ്പോൾ ഈ ധാരണയൊക്കെ തെറ്റും. ധാരണ ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പം മുൻധാരണ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വിഷയം കർമ്മം ചെയ്യാതെ ഇരുന്ന് പ്ലാൻ ചെയ്യലല്ല, ഹോംവർക്ക് ചെയ്യലല്ല. കർമ്മത്തെ ചെയ്ത് ഇനി ഏത് തരത്തിൽ അതിനെ ഡയറക്റ്റ് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ധാരണ ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ എന്നുള്ള സ്വഭാവത്തെ ചിന്തിക്കലിനെയാണ് ധാരണ എന്ന് ഉദ്ദേശിക്കുന്നത് ആചാര്യന്മാർ. അതിനാണ് നേരത്തെ പറഞ്ഞത് നിർമ്മമത്വം, നിസ്സംഗത്വം ഒക്കെ കർമ്മങ്ങളിൽ പുലർത്തണം എന്ന് പറയാൻ കാരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കപ്പെടും. കർമ്മം എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് തന്നെയാണ് വാസ്തവത്തിൽ രുദ്രൻ്റെ അവതാരം. സംഗതി മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. അവരെ ആജ്ഞാനിഷേധം ചെയ്തപ്പോൾ ദേഷ്യം വന്നു. ഭ്രൂമധ്യത്തിൽ നിന്ന് ചാടി രുദ്രനായിട്ട് വീണപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, രുദ്രാണിമാരെയും സ്ഥാനങ്ങളെയും എനിക്ക് തരൂ. 11 പേരാക്കി മാറ്റി. അവർക്ക് 11 സ്ഥാനങ്ങളും 11 രുദ്രാണിമാരെയും കൊടുത്തു. ഇത് ഒരു കർമ്മമാണ്, മനഃപൂർവ്വമുള്ള കർമ്മമല്ല. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലായിരുന്നില്ല ആ കർമ്മം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ ഒന്ന് റീഡയറക്റ്റ് ചെയ്തു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിപ്പിടിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയണത്. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘസമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഹ. ഒറ്റപ്പത്, 2 വരി. അതായത്
രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ. രുദ്രാഭിസൃഷ്ട. അപ്പൊ രുദ്രൻ എങ്ങനത്തെ ആളായിരുന്നു അതാലോചിക്കണം. ഏറ്റവും ഡിലിജന്റ്, ഏറ്റവും ബെലിജറന്റ് എന്നൊക്കെ പറയാവുന്ന ഭാഷയിൽ ആ കർമ്മം അങ്ങോട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം പ്രവൃത്തി ആരംഭിച്ചു. ഏറ്റവും ഉത്സാഹത്തോടെ അങ്ങോട്ട് തുരാന്നങ്ങോട്ട് സൃഷ്ടിക്കാൻ തുടങ്ങി. രുദ്ര ആഭിസൃഷ്ട എന്നാണ്. അഭിസൃഷ്ടമായി. അഭിസൃഷ്ടം എന്ന് വെച്ചാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഏറ്റവും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സൃഷ്ടിയുടെ വേഗത കൂടി, ആളുകളുടെ എണ്ണം കൂടി, സന്തോഷാഭാവമാണ് ഉണ്ടാവേണ്ടത്. ബ്രഹ്മാവിന് പക്ഷേ ലേശം തെറ്റിപ്പോയി. എന്താ സൃഷ്ടികളുടെ പ്രത്യേകത? ഭയദാകൃതി. ഭയദാകൃതി എന്ന് വെച്ചാലോ ഭയത്തെ തരുന്ന ആകൃതിയോട് ചേർന്നവർ, ആ ശരീരത്തോട് കൂടിയവർ. ഭയത്തെ തരുന്ന ആകൃതി, അതാണ് ഭയദാകൃതി. ഭയദം ആയ ആകൃതി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രുദ്രസംഘ. പിന്നെ രുദ്രസംഘങ്ങളായിട്ട് മാറി. ഏതൊക്കെയാണെന്ന് വളരെ വിസ്തരിച്ച് തൃതീയ സ്കന്ധത്തിൽ പറയും. രുദ്രസൃഷ്ടികൾ സമന്താത് ഗ്രസതാം ജഗൽ നിശാമ്യ ആസംഖ്യശോ യൂഥാൻ പ്രജാപതിരശങ്കത. പ്രജാപതിക്ക് ശങ്കയുണ്ടായി, സംശയമുണ്ടായി. ഇതിപ്പോൾ സൃഷ്ടിയാണോ ഇവിടെ ആദ്യം നടക്കുന്നത് അതോ സംഹാരമാണോ എന്ന് സംശയം. ഭൂതം, പ്രേതം, പിശാച് ഇതൊക്കെ ഉണ്ടോ എന്നാണ് ചോദ്യം. അതിനാണ് ഇന്നലെ പറഞ്ഞത് 11 സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത്. ഭൂതപ്രേത പിശാചുകൾ ഉണ്ടോ എന്നല്ലേ നമ്മുടെ ചോദ്യം. ഏതൊക്കെ 11 സ്ഥാനങ്ങൾ? ഹൃദയം, ഹൃദിന്ദ്രിയാണ്യസുർ വ്യോമ വായുരഗ്നിർ ജലം മഹി സൂര്യശ്ചന്ദ്രസ്തവശ്ചൈവ. ഹൃദയത്തിൽ രൗദ്രഭാവം, ഇന്ദ്രിയങ്ങളിൽ രൗദ്രഭാവം, ജീവനിൽ രൗദ്രഭാവം, പഞ്ചഭൂതങ്ങളിൽ രൗദ്രഭാവം, പിന്നെയോ സൂര്യനിലും ചന്ദ്രനിലും രൗദ്രഭാവം, തപസ്സിൽ രൗദ്രഭാവം. ഇത് സ്ഥാനാന്യ അഗ്രേ കൃതാനിമേ എന്ന് രുദ്രൻ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ടോപ്പിൽ എന്നെ ഇരുത്തണമെന്ന്. ഈ പദങ്ങളുടെയൊക്കെ, ഈ സ്ഥാനങ്ങളുടെയൊക്കെ ഉത്തുംഗ ശൃംഗത്തിൽ എന്നെ ഇരുത്തണം. ഹൃദയത്തിലെ രൗദ്രഭാവം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ദ്രിയങ്ങളുടെ രൗദ്രഭാവം എന്നുള്ളത് നമ്മളുടെ എന്താ പറയുക, ചിന്തകളും കാഴ്ചകളും ഒക്കെ മാറുന്നത് ഇന്ദ്രിയങ്ങളുടെ രൗദ്രഭാവം. ജീവൻ്റെ രൗദ്രഭാവം അതുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും രൗദ്രഭാവമുണ്ട്. ആകാശത്തിനുണ്ട്, ജലത്തിനുണ്ട്, അഗ്നിക്കുണ്ട്, ഭൂമിക്കുണ്ട്, വായുവിനുമുണ്ട്. പിന്നെ സൂര്യനുണ്ടോ സംശയമുണ്ടോ? ചന്ദ്രനുണ്ടോ എന്ന് സംശയമുണ്ടോ? തപസ്സിന് പോലും രൗദ്രഭാവമുണ്ട്. അതാണ് ഹിരണ്യകശിപുവിൻ്റെയൊക്കെ തപസ്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ ഇതൊക്കെ ഭൂതപ്രേത പിശാചുക്കളുടെ സ്വഭാവത്തിലേക്ക് മാറും. രൂപം കൊണ്ട് അതൊക്കെയായിട്ട് മാറും. കാരണം ഇതൊക്കെ മനുഷ്യന്മാർക്ക് ചില ഘട്ടങ്ങളിൽ പിശാച സ്വഭാവം വരുന്നതും പ്രേത സ്വഭാവം വരുന്നതും ഇതുകൊണ്ടാണ്. ജീവനുള്ള രുദ്രസ്വഭാവമാണ് പ്രേതാവസ്ഥ. ഹൃദയത്തിലുള്ള രുദ്രസ്വഭാവമാണ് പിശാചുകളുടെ അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥകളിലൂടെ ഈ കിട്ടിയ സ്ഥാനങ്ങൾ മുഴുവൻ അങ്ങോട്ട് മുതലാക്കി രുദ്രൻ. അതുകൊണ്ടാണ് ഭയദാകൃതി, ദംഷ്ട്രകളും ഉണ്ടക്കണ്ണുകളുമുള്ള ഭൂതപ്രേത പിശാചുകൾ എന്ന് തോന്നാൻ കാരണം ഈ സ്വഭാവങ്ങളിലൂടെ വന്നു മനുഷ്യന്മാർ എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നീടുള്ള സൃഷ്ടികൾ. ഭയദാകൃതി രുദ്രസംഘം എന്നാണ് ഭട്ടതിരിപ്പാട് വിളിച്ചത്. എന്ന് വെച്ചാലോ പേടിപ്പെടുത്തുന്ന കുറേ ആൾക്കാരുടെ ഗ്രൂപ്പ്. പെരുമാറ്റം കൊണ്ടും വാക്കുകൊണ്ടും കാണുമ്പോഴൊക്കെ. സമ്പൂര്യമാണ് ഭുവനത്രയ ഭീതചേതാഹ. ഭുവനത്രയം സമ്പൂര്യമാണമായി എന്ന് വെച്ചാലോ അങ്ങോട്ട് നിറഞ്ഞു ഈ 14 ലോകങ്ങളും ഈ സൃഷ്ടികളെ കൊണ്ട്. ഈ സൃഷ്ടികളെ കൊണ്ട് അങ്ങോട്ട് രക്ഷയില്ലാണ്ട്. ആലോചിക്കുക, താമസഭാവം മാത്രമായിട്ടങ്ങ് മാറി പ്രപഞ്ചത്തിൽ. ഭയദാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ് ഭുവനത്രയ. 14 ലോകങ്ങളിലും അങ്ങോട്ട് നിറഞ്ഞു, സമ്പൂര്യമാണമായി അവരുടെ ആ സംഘം.
ഭൂതം, പ്രേതം, പിശാചുക്കൾ തുടങ്ങിയ. അപ്പം എന്താണ്ടായത്? ഭീതചേതാഹ. അതുകൊണ്ടാണ് പേടിച്ചു മനസ്സ് ബ്രഹ്മാവിൻ്റെ. കാരണം 17-14 ലോകങ്ങളെയും പിടിച്ച് വിഴുങ്ങുമെന്ന് സംശയം. ആ രീതിയിലാണ് ഇവരുടെ സ്വഭാവവും വാക്കും പ്രവൃത്തിയും ശബ്ദവും ഒക്കെ. അദ്ദേഹത്തിന് ആകെ പേടി എന്ന് പറഞ്ഞാൽ മതി. ഇതാണ് മുൻധാരണ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, മുൻവിധിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെയായി പോയി. അപ്പോഴാണ് ധാരണയുടെ പ്രാധാന്യം അവിടെ മനസ്സിലായത്. അപ്പോൾ അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു ധാരണ. പിന്നെ അതിനങ്ങോട്ട് സംവിധാനം ചെയ്തു അദ്ദേഹം, വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി. മാമാ അരുത്, പ്രജാസൃജ പ്രജാഹ മാ സൃജ. അതെ, നിർത്തിക്കോളൂ, സൃഷ്ടിക്കൊന്നും വേണ്ട, കുട്ടികളെ സൃഷ്ടിക്കല്ലേ പ്ലീസ്. ദയവായി ഇനി സൃഷ്ടി ചെയ്യല്ലേ. ഇന്നലെ പറഞ്ഞല്ലോ സാദരം എന്ന്, ആദരപൂർവം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് അത് തന്നെയാണ് പറഞ്ഞത്. മാമാ പ്രജാസൃജ. ഇന്നലെ പ്രജാവിരചനായ എന്ന് പറഞ്ഞ അതേ ആള് സൃഷ്ടി കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിക്കോളൂ, ദയവായിട്ട് സൃഷ്ടിക്കരുത്, ഒരു കാര്യം ചെയ്യൂ. തപശ്ചരമംഗളായ. അങ്ങയുടെ സ്വഭാവം മാറാൻ, അങ്ങയുടെ ഭാവം മാറാൻ, അങ്ങയുടെ സൃഷ്ടികളുടെ മംഗളത്തിന് വേണ്ടി തപസ് ചെയ്യൂ. അത് ബ്രഹ്മാവിന് അനുഭവമുണ്ട്. ബ്രഹ്മാവ് ജനിച്ചപ്പോൾ തപസ് ചെയ്തു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സൃഷ്ടിക്ക് മുമ്പായിട്ട് തപസ് ചെയ്തു. അപ്പം ബ്രഹ്മാവിനറിയാം തപസ് എന്നുള്ളത് ഏത് കർമ്മത്തെയും ശുദ്ധീകരിക്കാൻ പ്രാപ്തമാണെന്ന് ബ്രഹ്മാവിനറിയാം. അത് തപസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ഈ തപസ് എന്നുള്ളത് വാസ്തവത്തിൽ ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഏകീകൃത ഭാവമാണ് തപസ്. ആ ഏകീകരിക്കപ്പെടുമ്പോഴാണ് ഒരു അഗ്നി ഉണ്ടാകുന്നത്. അതാണ് തപോഗ്നി എന്ന് പറയുന്നത്. ഏകീകൃതം എന്ന് വെച്ചാൽ അതെല്ലാം യോജിപ്പിക്കപ്പെട്ട ഒരു സ്വഭാവമാണല്ലോ ഈ തപസ് എന്ന് പറയുന്നത്. ഒരു ഇന്ദ്രിയവും പുറത്തേക്ക് പോവില്ല. ദശ ഇന്ദ്രിയങ്ങളിൽ കർമ്മേന്ദ്രിയങ്ങളായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും ഉൾവലിയും ഈ തപസ് എന്ന പ്രക്രിയയിൽ. അതുകൊണ്ടാണ് തപസ് എന്നുള്ളത് മംഗള സ്വഭാവമാണ് എന്ന് പറയാൻ കാരണം. ഇന്ദ്രിയങ്ങൾ ബാഹ്യമായിട്ട് അങ്ങോട്ട് ചലിക്കുമ്പോഴാണ് നമുക്ക് അമംഗളങ്ങൾ സംഭവിക്കുന്നത്. ബാഹ്യമായി സഞ്ചരിച്ച് ഈ ലൗകികമായ വിഷയങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാവുമ്പോൾ മനസ്സ് നശിക്കും, ചിന്ത നശിക്കും, ബുദ്ധി നശിക്കും, ഇന്ദ്രിയങ്ങൾ നശിക്കും. അതിൽ നിന്നൊക്കെ വേണ്ടാന്ന് വെച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അന്ധകരണങ്ങളെ നാലിനെയും ഒരേ സ്ഥലത്ത് ഏകീകരിക്കുമ്പോഴുള്ള ഭാവത്തെയാണ് തപസ് എന്ന് വിളിക്കുക. ഇത് നിങ്ങൾക്ക് ഏത് തരത്തിലും വേണമെങ്കിലും ചെയ്യാം. ആ തപസ് ചെയ്യുമ്പോൾ മംഗളം ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് തിരിയും. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് തിരിയുമ്പോൾ ലൗകികമാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അതിനെ അലൗകികം അല്ലെങ്കിൽ ആത്മീയം എന്ന് വിളിക്കാം. കണ്ണ് പുറത്തേക്ക് ആയതുകൊണ്ടല്ലേ നമുക്ക് പുറമേയുള്ള കാഴ്ച കാണേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് തപസ് ചെയ്യുമ്പോൾ കണ്ണടയ്ക്കാൻ. അപ്പോൾ ഉള്ളിലേക്കാണ് കണ്ണ് തിരിയണത്. എല്ലാ ഇന്ദ്രിയങ്ങളെയും അതുപോലെ തിരിക്കാൻ പറ്റും. അപ്പം തപശ്ചരമംഗളായേതി എന്ന് നമ്മളുടെ മുദ്രാവാക്യമാണ് വാസ്തവത്തിൽ. സനാതന സംസ്കൃതിയുടെ മുദ്രാവാക്യമാണ് തപശ്ചരമംഗളായ എന്ന്. അത് ബ്രഹ്മാവാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവമുണ്ട്. ഇനി ഈ രുദ്രൻ്റെ സ്വഭാവത്തെ മാറ്റാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ, ഭഗവത് സ്മൃതി ഉണ്ടാവട്ടെ, അപ്പോൾ മംഗളഭാവം വരും എന്നുള്ള ഉറപ്പുണ്ട് അദ്ദേഹത്തിന്. തപശ്ചരമംഗളായ എന്ന് ഉപദേശിച്ചു. ഇത്യാചഷ്ടതം കമലഭൂ. ആചഷ്ട എന്ന് വെച്ചാൽ ആഹ്വാനം ചെയ്തു, പറഞ്ഞു എന്നർത്ഥം. വെറും പറച്ചിലല്ല, ആഹ്വാനം ചെയ്യാണ്ടായി, നിർദ്ദേശിച്ചു എന്നൊക്കെ പറയാറില്ല. നിർദ്ദേശമാണ് നൽകിയത്. അതാണ് ആചഷ്ട എന്നുള്ളതിൻ്റെ പ്രയോഗത്തിൻ്റെ സാങ്കത്യം. എന്നുവെച്ചാൽ അതേ വഴിയുള്ളൂ, അങ്ങ് അത് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള വർത്തമാനമാണ് ബ്രഹ്മാവ് അവിടെ പറഞ്ഞത്. എന്നെ കൊണ്ടാവില്ല.
അപ്പോൾ തപസ് മംഗളത്തിനായി ചെയ്യുക എന്ന് അദ്ദേഹത്തിനോട് ആഹ്വാനം ചെയ്തു കമലഭൂവായ ബ്രഹ്മാവ്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആ ഒരു ആശയം എവിടുന്നാണ് ഉണ്ടായത്? ഭവതീരിതാത്മാ. അത് ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയല്ലേ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞത്. അദ്ദേഹത്തിനെ സൃഷ്ടിച്ച സമയത്ത് അദ്ദേഹം കുറേ തപസ് ചെയ്തു. അപ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതല്ല അങ്ങയുടെ ജോലി, ഇങ്ങനെ പരിഭ്രമിക്കലല്ല, അങ്ങയുടെ ജോലി സൃഷ്ടിയാണ്, അതിനായിട്ട് വീണ്ടും തപസ് ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അനുഭവത്താൽ ഭവതീരിതാത്മാ, ഈ പ്രയോഗത്തിൻ്റെ വ്യാഖ്യാതാക്കൾ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ട് തരത്തിലും അതെ. ഒന്ന്, അങ്ങ് ബ്രഹ്മാവിനോട് പറഞ്ഞ ആ അനുഭവത്തിൽ ബ്രഹ്മാവ് മക്കളോട് അല്ലെങ്കിൽ രുദ്രനോട് പറഞ്ഞു എന്ന ഭാവം. രണ്ട്, ഉള്ളിൽ ഇരുന്നുകൊണ്ട് അവിടുന്ന് തന്നെ തോന്നിപ്പിച്ചു എന്ന ഭാവം. അതാണ് ഈ ഭവതീരിതാത്മാ എന്നുള്ളത് പദത്തിൻ്റെ വ്യാഖ്യാനം. ഇവിടെ ഒരു മഹാഭാരതത്തിലെ ശ്ലോകം വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്നു. ന ദേവാഹ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവൽ യന്തു രക്ഷിതും ഇച്ഛന്തി സദ്ബുദ്ധിയാ യോജയന്തി തം എന്ന് മഹാഭാരതത്തിലെ ശ്ലോകമാണ്. ന ദേവാ ദണ്ഡമാദായ രക്ഷന്തി പശുപാലവൽ. നമ്മൾ ആശ്രയിക്കുന്ന ദേവന്മാർ, മഹാദേവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, ഭഗവാൻ, അതുപോലെ ദേവിമാർ, ദുർഗ, ഭദ്രകാളി, സരസ്വതി, ഈ ദേവിമാരൊക്കെ ന രക്ഷന്തി പശുപാലവൽ, വടിയെടുത്ത് പിന്നാലെ നടന്ന ആൾക്കാരെ രക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നിൽ നടന്നോ ആളുകളെ പശുപാലവൽ, പശുക്കൂട്ടത്തെ ഇടയൻ ദണ്ഡം കൊണ്ട് നയിക്കുന്നത് പോലെ നയിക്കുന്നില്ല. അവരെന്താ ചെയ്യണത്? ദേവന്മാർ ചെയ്യുന്നു എന്തു രക്ഷിതും ഇച്ഛന്തി സദ്ബുദ്ധ്യാ യോജയന്തി തം. ആരെയാണോ രക്ഷിക്കാൻ അവരാഗ്രഹിക്കുന്നത് അവർക്ക് സദ്ബുദ്ധി കൊടുക്കുക ചെയ്യണം. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള വ്യാഖ്യാനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വരന്മാർ രക്ഷിക്കണത് അവർ നമ്മളെ പിന്നിൽ എന്താ പറയുക നിർത്തിക്കൊണ്ട് പശുവിനെ രക്ഷിക്കുന്ന ഇടയനെ പോലെ ദണ്ഡം കൊണ്ട് രക്ഷിക്കുകയല്ല ചെയ്യണത്. നമ്മളുടെ ഉള്ളിലുള്ള ബുദ്ധിയാൽ നമുക്ക് സ്വയം രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടെന്ന് ഈശ്വരന്മാർക്കറിയാം. നമ്മളുടെ ബുദ്ധിയെ ശുദ്ധീകരിക്കും ഈശ്വരന്മാർ. പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലം അല്ലെങ്കിൽ ഒരു ഗുണം അല്ലെങ്കിൽ ലക്ഷ്യം ഇതാണ്, ബുദ്ധി ശുദ്ധീകരിക്കാനാണ്. ബുദ്ധി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് സ്വയം ഈ ശരീരത്തെ രക്ഷിക്കാനുള്ള ശേഷി ഉണ്ട്. ഞാൻ ഇന്നലെ ഇതിൻ്റെ നശീകരണത്തിനുള്ള ശേഷിയുണ്ടെന്ന് ഇന്നലെ ഞാൻ പറയുന്നുണ്ടായി. ഇന്ന് പറയുന്നു ഇതിനെ രക്ഷിക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട്. വാക്സിൻ കണ്ടെത്തുന്നത് മനുഷ്യന്മാർ തന്നെയാണല്ലോ. ഫ്ലൈറ്റ് അപകടം പറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പാരച്യൂട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ ഡിവൈസ് ചെയ്യാനുള്ള ടെക്നോളജി കണ്ടുപിടിക്കുന്നതും മനുഷ്യന്മാർ തന്നെയാണല്ലോ. സദ്ബുദ്ധിയാ യോജയന്തി തം. ദേവന്മാർ അവർക്ക് സദ്ബുദ്ധികളാൽ സദ്ബുദ്ധി കൊടുത്തുകൊണ്ട് യോജിപ്പിക്കുക ചെയ്യണത് അവരെ. ആരെയായിട്ട്? ഭഗവാനെയായിട്ട്. ഇപ്പം ഈശ്വര നിരീക്ഷണമോ ഈശ്വര ഹിതമോ ഇല്ലാത്ത ഒരു പ്രവൃത്തിയും ലോകത്തിലില്ലാന്ന്. ന ദേവാഹ ദണ്ഡമാദായ രക്ഷന്തി. വടിയെടുത്തുകൊണ്ട് ഒരു ഈശ്വരനും രക്ഷിക്കുന്നില്ല. പാപികളെയോ അധർമ്മികളെയോ വടികൊണ്ട് അടിച്ചോടിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള അധർമാദികളെ, അധർമ്മചിന്തകളെ, പാപചിന്തകളെ സദ്ബുദ്ധി കൊണ്ട് യോജിപ്പിച്ച് അതിനെ നന്നാക്കി മാറ്റി അതിനെ ശരിയാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭവതീരിതാത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അറിയാത്തതൊക്കെ സംഭവിക്കും. രുദ്രന്മാരായിട്ട് മാറിയതും പിന്നെ ബ്രഹ്മാവായിട്ട് മാറിയ എല്ലാം ഭഗവാൻ തന്നെ. പക്ഷെ അവിടെ ബ്രഹ്മാവ് ചെയ്തതെന്താ? തപശ്ചരമംഗളായ. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതാണ് ഭവതീരിതാത്മാ എന്നുള്ളതും തപശ്ചരമംഗളായ എന്നുള്ള ശബ്ദത്തിൻ്റെയും പ്രസക്തി. അവിടുന്ന് തന്നെ പണ്ട് ഉപദേശിച്ച തപസ് ചെയ്യുമെന്ന വാക്യത്തെ ബ്രഹ്മാവിന് മറ്റൊരു മാർഗമില്ല. അപ്പോൾ അവിടുന്ന് തന്നെ പ്രേരിപ്പിച്ച, അവിടുന്ന് തന്നെ പറഞ്ഞ ആ വാക്കിനെ ബ്രഹ്മാവ്
അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞു എന്ന് പറയാം. അവിടെയാണ് രുദ്രനോട് ഈ വക പ്രവൃത്തികളെ നിർത്തി തപസ് ചെയ്യൂ, അപ്പം സദ്ബുദ്ധി ഉണ്ടാവും, സൃഷ്ടികളുണ്ടാവും എന്നർത്ഥം. രുദ്രാഭിസൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ് ഭുവനത്രയഭീതചേതാ. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഭയം തരുന്ന ആകൃതിയോടുകൂടിയ രുദ്രസംഘങ്ങളെ കണ്ട് അത് ലോകം മുഴുവൻ അങ്ങോട്ട് നിറയുന്നത് കണ്ട് പേടിച്ച ബ്രഹ്മാവ് മാമാ പ്രജാസൃജ തപശ്ചരമംഗളായേതി, പ്രജകളെ സൃഷ്ടിക്കുന്നത് നിർത്തൂ, മംഗളത്തിനായി തപസ് ചെയ്യൂ. ആചഷ്ടതം കമലഭൂർ ഭവതീരിതാത്മാ, അവിടുന്ന് മുൻപ് പറഞ്ഞതുപോലെ അവിടുന്നാൽ പ്രേരിപ്പിക്കപ്പെട്ട് ബ്രഹ്മാവ് തപസ് ചെയ്യാൻ രുദ്രനെ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.